ഹലോ, ഞാനൊരു സാൽമണിൻ്റെ വെറൈറ്റി ഡിഷായിട്ട് വന്നതാണ്. ഈ സാൽമൺ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയും നന്നായി വെതറി പരട്ടി വയ്ക്കുക. അതിന് ശേഷം നമ്മളൊരു നൂലെടുക്കുക. ഇതാണ് ഇതിൻ്റെ വെറൈറ്റി. നൂലെടുത്തിട്ട് നമ്മൾ ഈ സാൽമൺ റോൾ ചെയ്തിട്ട് ഇതിനൊന്ന് കെട്ടണം. നമ്മൾ ഇതിനെ നൂല് വെച്ച് നല്ല ഇതിൽ കെട്ടുക. അപ്പം അങ്ങനെ ഞാൻ എല്ലാതും അങ്ങനെ കെട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് കെട്ടിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രം വെക്കുക. എന്നിട്ട് അതിലോട്ട് ബട്ടർ ഇടാം. ഇത് കുക്കിംഗ് ബട്ടറിലാണ് കേട്ടോ. ബട്ടർ ഇടാം. ബട്ടർ ഒന്ന് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ചൂടായി വരുമ്പോൾ നമ്മൾ ഈ സാൽമൺ ഇതിലോട്ട് വെക്കുക. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ ഒന്ന് അത് വെയിറ്റ് ചെയ്യുക, അത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവാള ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യുക. പിന്നെ അതൊന്ന് ആ സമയമായപ്പോൾ ഒന്ന് മറിച്ചിടാറായി. അപ്പോൾ ഒന്ന് മറിച്ചിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അത് മറിച്ചിട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഷ്റൂമാണ്. എൻ്റെ കയ്യിൽ വൈറ്റ് മഷ്റൂം, ഏത് മഷ്റൂം ആണെങ്കിലും കുഴപ്പമില്ല. വൈറ്റ് മഷ്റൂം ഉണ്ടായിരുന്നതുകൊണ്ട് അതെടുത്തു. അങ്ങനെ അത് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്പിനാച്ചാണ്. സ്പിനാച്ച് കുറച്ച് വേണം. പിന്നെ അതുപോലെ ബെൽ പെപ്പർ അതെല്ലാം ഇടാം. പക്ഷേ എൻ്റെ അടുത്ത് ബെൽ പെപ്പർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബെൽ പെപ്പർ ഇടാത്തത്. പിന്നെ വെളുത്തുള്ളി എൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇത്തിരി അത്യാവശ്യത്തിന് ഇടുന്നതാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിന് പകരം കുറച്ച് വെളുത്തുള്ളീൻ്റെ പൊടിയാണ് ഇടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മീനായി. അപ്പോൾ ആ ബട്ടറിലേക്ക് തന്നെ നമുക്ക് ഒനിയൻ കട്ട് ചെയ്തത് നന്നായി വഴറ്റാനിടാം. നന്നായി വഴറ്റി എടുക്കണം. നല്ല സോഗി പോലെ ആവണം. അങ്ങനെ പിന്നെ നമ്മൾ എന്താ ചെയ്യണത്, അതിലോട്ട് ഈ വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇട്ടിപ്പോൾ അധികം ഇല്ലല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളീൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ ഈ മഷ്റൂം, അതുപോലെ നമ്മൾ എടുത്ത് വെച്ച സ്പിനാച്ച് എല്ലാം ഇടാം. പിന്നെ എൻ്റെ കയ്യിൽ ബെൽ പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പച്ചമുളക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പച്ചമുളക് അതിട്ടു, നന്നായി ഇളക്കുക. പിന്നെ കുറച്ച് പെപ്പറും പിന്നെ നമ്മുടെ കുറച്ച് സോൾട്ടും ഇടാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും കഴിഞ്ഞ് ഇടണമെന്ന് വെച്ചാൽ ഈ സ്പിനാച്ചിലൊക്കെ ഒത്തിരി ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കോക്കനട്ട് മിൽക്ക് കുറച്ച് ഒഴിക്കാം. ഫ്രഷ് ക്രീം ആണെങ്കിലും ഓക്കെയാണ്. ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു. അങ്ങനെ നന്നായി ഇളക്കുക. കോക്കനട്ട് മിൽക്ക് വെച്ച് നന്നായി ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് തിള വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ചെറുനാരങ്ങ, നമ്മൾ ശരിക്കും ലെമണിൻ്റെ സ്ലൈസ് ആക്കി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ശരിക്കും ഈ റെസിപ്പിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ലെമൺ ജ്യൂസാണ് കുറച്ച് ഒഴിച്ചത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഈ സാൽമൺ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലോട്ട് ഇടാം. എന്നിട്ട് അത് 10 മിനിറ്റ് സിമ്മിൽ മൂടി വയ്ക്കുക. അങ്ങനെ എന്നിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ എന്നിട്ടൊന്ന് മറിച്ചിട്ടു, വീണ്ടും തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇടാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി സാൽമൺ ഡിഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബായ്.